സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കൊണ്ടോട്ടി നഗരസഭയിൽ കേരളോത്സവം നടത്താത്തതിനെതിരെ യുവജന സമിതിയുടെ നേതൃത്വത്തിൽ ബദൽ കേരളോത്സവം. മറ്റു പഞ്ചായത്തുകളിലും നഗരസഭകളിലും കലാകായിക മത്സരങ്ങൾ ഇതിനകം പൂർത്തിയാക്കിയെങ്കിലും കൊണ്ടോട്ടി നഗരസഭയിലുള്ളവർക്ക് ജില്ലാ സംസ്ഥാന തല മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. പ്രതിഷേധിക്കാൻ ഈ നവംബർ 1 കേരള പിറവി വളരെ സമീപമായിട്ട് കേരളത്തിലെല്ലോടും ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തൊട്ടും കേരളോത്സവം നടന്നു വരികയാണ്. എല്ലാ പഞ്ചായത്തുകളും നഗരസഭകളിലും ഇപ്പോൾ കേരളോത്സവം നടക്കപ്പെടുന്നു. ഈ കൊണ്ടോട്ടിയിൽ മാത്രം കേരളോത്സവം നടക്കപ്പെടുന്നില്ല. കൊണ്ടോട്ടിയിൽ നിരവധിയായിട്ടുള്ള കായിക പ്രേമികളുണ്ട്. അതുപോലെ തന്നെ കലയുടെയും വലിയ പേര് കേട്ട സ്ഥലമാണ് ഈ കൊണ്ടോട്ടി. എന്നാൽ ഈ യുവാക്കൾക്ക് അവർക്കുടെ അവസരം നഷ്ടപ്പെടുകയാണ്. അവരുടെ തൊഴിൽ രംഗത്തുള്ള അവസരം ഇതിലൂടെ നഷ്ടപ്പെടുകയാണ്. പലർക്കും ഗ്രേസ് മാർക്കൊക്കെ ലഭിക്കുന്നത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കേരളോത്സവത്തിലൂടെ ഉയർന്നു വന്ന നിരവധി കായിക താരങ്ങൾ കൊണ്ടോട്ടിയിലുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കുള്ള അവസരം ഇവിടെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം നടത്തുന്നത്. ഈ പ്രതിഷേധ സമരം ഞങ്ങൾ ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ നടത്താനുള്ള കാരണം കൊണ്ടോട്ടിയിൽ ഇന്നേ വരെ ഒരു സ്റ്റേഡിയം ഉണ്ടായിട്ടില്ല. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ സ്റ്റേഡിയം ഉണ്ട്. എന്നാൽ കൊണ്ടോട്ടിയിൽ സ്റ്റേഡിയം ഇല്ല. അതുകൊണ്ട് ബസ് സ്റ്റാൻഡിനെ തന്നെ സ്റ്റേഡിയം ആക്കിക്കൊണ്ടാണ് ഇവിടുത്തെ സമരം. വിവിധങ്ങളായ ക്ലബ്ബുകാരുണ്ട്. പ്രതിഷേധ യുവജന സമിതി എന്നതിൻ്റെ പേരിലാണ് ഈ പ്രതിഷേധം നടത്തപ്പെടുന്നത്. നൂറുകണക്കിന് യുവാക്കൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടതായി സംഘാടകർ അറിയിച്ചു. മാത്രമല്ല, വിജയികൾക്ക് തൊഴിൽ രംഗത്ത് ലഭിക്കേണ്ട ഗ്രേസ് മാർക്ക് അടക്കമുള്ള പ്രയോജനങ്ങളും ഇതോടെ നഷ്ടപ്പെടുമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ബദൽ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം മാരത്തോൺ ഓട്ടത്തോടെ ആരംഭിച്ചു. നൂറുകണക്കിന് യുവാക്കൾ പങ്കെടുത്തു. മാരത്തോൺ മത്സരം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം എം സലാഹ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് എയർവൺ. ഹു ഈസ് ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ്? ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ. സോ ലവ് യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്, ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.